ഒരു ആഗ്രഹം, നാട്ടിൽ അമ്മയുടെ വെള്ളരിക്ക പുളിശ്ശേരി മിസ് ചെയ്തു. ഞാൻ നീതുകൊണ്ട് പറഞ്ഞു എനിക്കൊരു പുളിശ്ശേരി വെച്ച് തരുമോ. നീതു അതിൻ്റെ പ്രിപ്പറേഷനിലാണ്. ഓക്കെ, അങ്ങനെ ഞാൻ എൻ്റെ ചേട്ടന് വേണ്ടി വെള്ളരിക്ക പുളിശ്ശേരി വെക്കാൻ പോവുകയാണ്. ആദ്യമായിട്ട് ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച വെള്ളരിക്ക ഇട്ട് കൊടുക്കുക. അതിലേക്ക് 2 പച്ചമുളക് നടുകെ കീറിയത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതിനാവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്കൊരു വേവാനായിട്ട് അടുപ്പിൽ വെച്ച് കുറച്ച് നേരം വേവിച്ചെടുക്കുക. എന്നിട്ടൊരു മിക്സിയുടെ ജാർ എടുക്കുക. അതിലേക്ക് ആവശ്യത്തിനുള്ള തേങ്ങ ചേർത്ത് കൊടുക്കുക. തേങ്ങയുടെ കൂടെ 1 സ്പൂൺ ജീരകം. എന്നിട്ടത് നല്ലതുപോലെ ഒരു പേസ്റ്റ് രൂപത്തിൽ നമുക്കത് അരച്ചെടുക്കാം. വെള്ളം ചേർത്തിട്ട് നല്ലപോലെ അരച്ചെടുക്കണം. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ അരച്ചിട്ടെടുത്തിട്ടുണ്ട്. ഇത് എന്നിട്ട് നമുക്ക് ആ തിളച്ചുകൊണ്ടിരിക്കുന്ന ആ വെള്ളരിക്കയിലേക്ക് ചേർത്ത് കൊടുക്കുക. അത് നല്ലതായിട്ട് അത് വെന്തിട്ടുണ്ട്. അതിലേക്ക് നമുക്കിത് ചേർത്ത് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് നല്ലതുപോലെ അത് മിക്സ് ചെയ്തിട്ട് അതൊന്നും കൂടെ നമുക്കത് തിളയ്ക്കാൻ വെക്കാം. നല്ലപോലെ വേവണം. ആ തേങ്ങയുടെ പച്ചമണമൊക്കെ ഇങ്ങോട്ട് മാറണം. നല്ലതുപോലെ വെന്തിട്ട് നല്ലപോലെ വറ്റി വന്നതിന് ശേഷം നമുക്ക് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യാം. അല്ലെങ്കിൽ നല്ല ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാം. അത് ഞാൻ ജസ്റ്റ് ഒന്ന് അടിച്ചാണ്, കട്ട തൈരായിരുന്നു. അതൊന്ന് ജസ്റ്റ് അടിച്ചിട്ട് അതിലേക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. തീ നല്ല ലോ ഫ്ലെയിമിൽ വെച്ചിരിക്കണം, അല്ലെങ്കിൽ ഓഫ് ചെയ്തിരിക്കണം. എന്നിട്ട് ഉപ്പ് ചെക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അതിലേക്ക് കടുക് താളിച്ച് ഒഴിക്കാനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെക്കുക. അതിലേക്ക് 2 സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് 1 സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക. കടുക് നല്ലതുപോലെ പൊട്ടി വരുമ്പം അതിലേക്ക് കുറച്ച് കൊച്ചുള്ളി അരിഞ്ഞത് നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. കൊച്ചുള്ളി ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്കതിലേക്ക് 2-3 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. വറ്റൽമുളക് പൊട്ടി വരുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് കരിയാപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് അത് നല്ലതുപോലെ ഒന്ന് ചൂടായിട്ട് വന്നിട്ട് നമുക്കത് ഈ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന ഈ മോരുകറിയിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ വെള്ളരിക്ക മോരുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിളാണ്, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു വളരെ ടേസ്റ്റി ആയിട്ടുള്ള മോരുകറിയാണ് ഇത്. നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാവുന്നതാണ്. വേറെ ഒരു കറിയും വേണ്ട, ഇത് മാത്രം മതി. ഒരു പറ ചോറുണ്ണാൻ ഇത് മാത്രം മതി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ബൈ ബൈ.